പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലെ MA ആരിഫിൻ്റെ പരാജയം CPM-നോട് എന്താണ് പറയുന്നത് എന്നതാണ് ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം. നമുക്കറിയാം, 2019 തെരഞ്ഞെടുപ്പിൽ 20 മണ്ഡലങ്ങളിൽ ആകെ ഒരു മണ്ഡലത്തിലാണ് AM ആരിഫ് ജയിച്ചത്, CPM ജയിച്ചത്. അത് 10,000 വോട്ടിനാണ് ജയിച്ചത്. ആ മണ്ഡലത്തിൽ ഇത്തവണ KC വേണുഗോപാൽ ജയിച്ചിരിക്കുന്നത് 63,513 വോട്ടിനാണ്. ആ മണ്ഡലത്തിലെ BJP-യുടെ പ്രകടനം, BJP ഏതാണ്ട് 2,99,000 വോട്ടുകൾ അവിടെ പിടിച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ആ മണ്ഡലത്തിലെ വിജയം CPM-നോട് എന്താണ് പറയുന്നത് എന്നതാണ് ഈ വീഡിയോയിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. അതോടൊപ്പം തന്നെ ഈ ആലപ്പുഴ മണ്ഡലത്തിൽ KM ഷാജഹാൻ എന്ന ഞാൻ മത്സരിച്ചിരുന്ന കാര്യവും ഞാൻ പ്രതിപക്ഷത്തിലെ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഉള്ള എൻ്റെ പ്രകടനം സംബന്ധിച്ചും അത് സംബന്ധിച്ച് എൻ്റെ നിരീക്ഷണവും കൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 2019 MA ആരിഫ് 10,000 ചില്ലാനം വോട്ടിന് ജയിച്ച ആ മണ്ഡലത്തിൽ ഇത്തവണ 63,513 വോട്ടിന് KC വേണുഗോപാൽ ജയിച്ചു. ആ മണ്ഡലത്തിൽ BJP 1,86,000 ചില്ലാനം വോട്ടുകളാണ് 2019 സ്വരൂപിച്ചിരുന്നതെങ്കിൽ അതിപ്പോൾ 2,99,000 വോട്ടായി വർദ്ധിപ്പിച്ചു. അപ്പോൾ ഈ ആലപ്പുഴ മണ്ഡലത്തിലെ ഫലം CPM-നോട് എന്താണ് പറയുന്നത് എന്നുള്ള വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ സ്ഥാനാർത്ഥിത്വവും അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള നിരീക്ഷണങ്ങൾ കൂടി ഞാൻ ആദ്യം ഒന്ന് സൂചിപ്പിക്കട്ടെ. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ ഞാൻ അവിടെ മത്സരിക്കുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു. ഞാൻ സജീവമായിട്ട് അവിടെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുകയും ചെയ്തിരുന്നു. ഏതാണ്ട് 10-30 ദിവസത്തിന് അടുത്ത തെരഞ്ഞെടുപ്പ് പ്രചരണം ഞാൻ നടത്തിയിരുന്നു. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുമ്പോൾ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ടായിരുന്നു. സാമ്പത്തികമായിട്ടുള്ള പരിമിതികളുണ്ടായിരുന്നു, സംഘടനാപരമായിട്ടുള്ള പരിമിതികളുണ്ടായി. പരിമിതികൾ മാത്രമാണ് എൻ്റെ മുന്നിലുണ്ടായിരുന്നത്. എന്നിരുന്നാലും ആ പരിമിതികളൊക്കെ മറികടക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ പരിമിതികളോട് കൂടിയാണ് ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ചത്. ആ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള എൻ്റെ യുക്തി എന്ന് പറയുന്നത്, കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷക്കാലത്തിനിടയിലും ഈ 3 മുന്നണികളും സംരക്ഷിക്കുന്നത് ഒരേ താല്പര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവിടെ മത്സരിച്ചത്. CPM ഏറ്റവും കൂടുതൽ ജീർണിച്ച ഒരു മണ്ഡലം എന്നുള്ള നിലയിലും ഒരു കമ്മ്യൂണിസ്റ്റുകാരെന്നുള്ള നിലയിൽ CPM-ൻ്റെ ജീർണതയ്ക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആളെന്നുള്ള നിലയിലുമാണ് ഞാൻ അവിടെ മത്സരിച്ചത്. സ്വാഭാവികമായും ഫലം വരുമ്പോൾ ഒരു നിർണായക സ്വാധീനമാകും ഞാൻ എന്നുള്ള ധാരണ എനിക്കുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി ഞാൻ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ വളരെ കുറഞ്ഞ വോട്ടുകൾ മാത്രമാണ് എനിക്ക് അവിടെ സമാഹരിക്കാൻ കഴിഞ്ഞത്. അതിൽ ആ വോട്ടിൻ്റെ വിവരമറിഞ്ഞ ഏതാനും മണിക്കൂറുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അതൊരു വലിയ ഞെട്ടലായിരുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത്. പക്ഷേ അതിനുശേഷം ഞാൻ ചിന്തിച്ചപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി എനിക്ക് കിട്ടി, കൃത്യമായിട്ടുള്ള ഒരു തിരിച്ചറിവ് എനിക്ക് കിട്ടി. അതാദ്യം എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാനവിടെ മത്സരിക്കാനുള്ള യുക്തി ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ എനിക്കൊരു പക്ഷേ UDF എന്ന് പറഞ്ഞ മുന്നണിയെ പിന്തുണയ്ക്കേണ്ടി വരുമായിരുന്നു. അതിനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഞാനവിടെ മത്സരിക്കാൻ തയ്യാറായി. LDF-ന് പകരം UDF അധികാരത്തിൽ വന്നു എന്നുള്ളതുകൊണ്ട് ഗുണപരമായി യാതൊരു മാറ്റവും വരാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് ഒരു ബദൽ സാധ്യത പരിശോധിക്കുക എന്നുള്ള ലക്ഷ്യത്തിലായിരുന്നു ഞാൻ അവിടെ മത്സരിച്ചത്. പക്ഷേ അത് വലിയ തോതിൽ ആ ശ്രമം പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് ബോധ്യമായി. പക്ഷേ അത് ബോധ്യമായെന്ന് പറയുമ്പോഴും എൻ്റെ വാദഗതികൾ, ഞാൻ മുന്നോട്ട് വെച്ച വാദഗതികൾ, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ CPM-ൻ്റെ ജീർണതയ്ക്കെതിരായിട്ടായിരുന്നു എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കുന്തമുന. CPM-ൻ്റെ ജീർണത, ഗവൺമെൻറ്റിൻ്റെ ജനവിരുദ്ധത, പിണറായി വിജയൻ എങ്ങനെയാണ് ഈ CPM-നെ നശിപ്പിക്കുന്നതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഞാൻ സവിസ്തരം എൻ്റെ പ്രചരണത്തിൽ ഞാൻ പറഞ്ഞത്. അത് ജനങ്ങൾ വിശ്വസിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിൽ ജനങ്ങൾ എന്നെ അവിശ്വസിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല. എനിക്ക് അവിടുന്ന് കിട്ടിയ പ്രതികരണത്തിൽ നിന്നൊക്കെ തന്നെ എൻ്റെ രാഷ്ട്രീയ നിലപാടുകളോട് ആലപ്പുഴയിലെ വോട്ടർമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഉണ്ടായത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ അതെനിക്ക് വോട്ടായി മാറിയില്ല എന്നുള്ളതാണ്.
ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീർണത എന്ന് പറയുന്ന ആ വാദഗതി അംഗീകരിക്കുമ്പോൾ തന്നെ അതിനെതിരായി പ്രതികരിക്കാൻ എന്നെ ഒരു ഓപ്ഷനായി കാണാൻ അവിടുത്തെ വോട്ടർമാർ തയ്യാറായില്ല എന്നുള്ളത്. അതിൽ ഞാൻ അവിടുത്തെ വോട്ടർമാരെ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം ഞാനൊരു വ്യക്തിയാണ്, എനിക്കൊരുപാട് പരിമിതികളുണ്ട്, എൻ്റെ പുറകിലൊരു സംഘടനാ സംവിധാനമില്ല, അങ്ങനെ ഒരുപാട് പരിമിതികൾ എനിക്കുണ്ട്. ഞാനൊരു വ്യക്തി മാത്രമാണ്. സ്വാഭാവികമായും CPM-ൻ്റെ ജീർണതയ്ക്കെതിരായി പ്രതികരിക്കാൻ തീരുമാനിച്ച വോട്ടർമാർ ആ പ്രതികരണം ശക്തമാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ BJP-ക്കോ ചെയ്യണം എന്നവർ തീരുമാനിച്ചു എന്നാണ് ഞാൻ ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. അതിൽ എനിക്കൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നുള്ള തിരിച്ചറിവാണ് എനിക്കുണ്ടായത്. നമുക്കറിയാം 2019 ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത് BJP-യാണ്. പക്ഷേ 2019 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ BJP-ക്ക് ഒരു സീറ്റ് പോലും കിട്ടിയില്ല. UDF-നാണ് സീറ്റുകൾ മുഴുവൻ കിട്ടിയത്. അപ്പോൾ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എതിരഭിപ്രായം ഉണ്ടായിരുന്ന ഹിന്ദു സമുദായത്തിലെ ബഹുഭൂരിപക്ഷവും തങ്ങളുടെ എതിർപ്പ് ശക്തമാകണമെന്നുണ്ടെങ്കിൽ, തങ്ങളുടെ എതിർപ്പ് ഫലിക്കണമെന്നുണ്ടെങ്കിൽ BJP-ക്ക് വോട്ട് കൊടുത്താൽ പോരാ, UDF-ന് വോട്ട് കൊടുക്കണം എന്നാണെന്ന് തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഞാൻ ആലപ്പുഴ മണ്ഡലത്തിൽ CPM-നെതിരായി ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിച്ചിട്ടുള്ള വോട്ടർമാർ ആ എതിർപ്പ് ശക്തമാകണമെന്നുണ്ടെങ്കിൽ, ആ എതിർപ്പിന് ആഴമുണ്ടാകണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ UDF-നോ അല്ലെങ്കിൽ BJP-ക്കോ വോട്ട് കൊടുക്കണം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ വോട്ട് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് കിട്ടാനുള്ള വോട്ടിൽ കുറവുണ്ടായത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ തിരിച്ചറിവാണ് എനിക്കുള്ളത്. അത്രയും പറഞ്ഞുകൊണ്ട് ഈ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടിൻ്റെ വിശകലനത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു 2019 10,000 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് AM ആരിഫ് അവിടെ ജയിച്ചത് എന്ന്. എന്നാൽ 2024 വരുമ്പോൾ അവസ്ഥ എന്താ? 2024 വരുമ്പോൾ 2019 10,000 വോട്ടിന് ജയിച്ച AM ആരിഫ് 2024 ആയപ്പോഴത്തേക്കും 63,513 വോട്ടുകൾക്ക് പരാജയപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആ കണക്കിൻ്റെ വിശദാംശങ്ങളിലേക്ക് വന്നാൽ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത് ആരിഫിന് 2019 കിട്ടിയത് 4,43,803 വോട്ടുകളാണ്. എന്നാൽ 2024 ആയപ്പോഴത്തേക്കും ആരിഫിൻ്റെ വോട്ട് ലഭിച്ച വോട്ട് 3,41,047 കുറഞ്ഞിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 2019-നും 2024-നും ഇടയ്ക്ക് ആരിഫിന് കിട്ടിയ വോട്ടിൽ 1,08,199 വോട്ടിൽ കുറവുണ്ടായിരിക്കുന്നു. 1,00,000 വോട്ടിൻ്റെ കുറവ് ഉണ്ടായിരിക്കുന്നു. ഈ വോട്ട് എങ്ങോട്ടാണ് പോയതെന്നുള്ളത് വളരെ പ്രസക്തമാണ്. ഈ വോട്ട് എങ്ങോട്ടാണ് പോയതെന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താ? ഈ വോട്ട് നേരിട്ട് BJP-യുടെ പെട്ടിയിലേക്കാണ് പോയത് എന്നുള്ളതാണ്. KS രാധാകൃഷ്ണന് 2019 തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത് 1,86,278 വോട്ടുകളാണെങ്കിൽ ശോഭാ സുരേന്ദ്രന് 2024 ലഭിച്ചത് എത്രയാണെന്നറിയാമോ? 2,99,648 വോട്ട്. എന്ന് പറയുമ്പോൾ 2019 അപേക്ഷിച്ച് 2024 BJP-ക്ക് 1,09,568 വോട്ടിൻ്റെ വർധനയാണ് ഉണ്ടായത്. അപ്പോൾ ആരിഫിന് 1,00,000 വോട്ട് കുറഞ്ഞപ്പോൾ BJP-ക്ക് 1,00,000 വോട്ട് കൂടുന്നു. കോൺഗ്രസിൻ്റെ വോട്ടിൽ ഈ പറഞ്ഞ കോൺഗ്രസിന് 2019 4,33,000 ആയിരുന്നുവെങ്കിൽ KC വേണുഗോപാലിന് 4,00,000 വോട്ട്, 33,000 വോട്ടിൻ്റെ കുറവ് കോൺഗ്രസിനും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ CPM-ന് 1,00,000 കുറഞ്ഞപ്പോൾ BJP-ക്ക് 1,00,000 കൂടുന്നു. ഇനി ഓരോ നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അതായത് CPM-ൽ നിന്ന് ഏതു തരത്തിലാണ് BJP-യിലേക്ക് വോട്ട് ചോർന്നത് എന്നതിൻ്റെ കണക്ക് ഞാൻ പറയാം. അരൂരിൽ 2019-നും 2024-നും ഇടയ്ക്ക് CPM-ൻ്റെ വോട്ടിൽ ഉണ്ടായിട്ടുള്ള കുറവ് എത്രയാണെന്നറിയാമോ? 15,846. എന്നാൽ BJP-ക്ക് അരൂരിൽ 12,241 വോട്ട് കൂടുന്നു. ചേർത്തലയിൽ CPM-നുണ്ടായ വോട്ട് ഞെട്ടിക്കും. 21,363 വോട്ട് കുറഞ്ഞപ്പോൾ BJP-ക്ക് 17,824 വോട്ട് കൂടുന്നു. ആലപ്പുഴയിൽ CPM-ന് 18,451 വോട്ട് കുറയുമ്പോൾ BJP-ക്ക് 14,291 വോട്ട് കൂടുന്നു. അമ്പലപ്പുഴയിൽ CPM-ന് 14,824 വോട്ട് കുറയുമ്പോൾ BJP-ക്ക് 12,486 വോട്ട് കൂടുന്നു. ഹരിപ്പാട് CPM-ന് 13,832 വോട്ട് കുറയുമ്പോൾ BJP-ക്ക് 20,883 വോട്ട് കൂടുന്നു. കായംകുളത്ത് 14,350 വോട്ടുകൾ കുറയുമ്പോൾ BJP-ക്ക് 17,115 വോട്ട് കൂടുന്നു. കരുനാഗപ്പള്ളിയിൽ CPM-ന് 9,493 വോട്ട് കുറയുമ്പോൾ BJP-ക്ക് 14,728 വോട്ട് കൂടുന്നു. സുഹൃത്തുക്കളെ, ഇതിൽ നിന്നും വളരെ വ്യക്തമല്ലേ ആലപ്പുഴയിലെ അവസ്ഥ? കേരളത്തിൽ ഏറ്റവും ജീർണിച്ച പാർട്ടിയുള്ള
ജില്ലയും മണ്ഡലവുമാണ് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ CPM-ന് 1 ലക്ഷം വോട്ട് കുറയുമ്പോൾ BJP-ക്ക് 1 ലക്ഷം വോട്ട് കൂടുന്നു. ചില മണ്ഡലങ്ങളിലൊക്കെ 20,000-ലധികം വോട്ട് CPM-ന് കുറയുന്നു, അതിന് തത്തുല്യമായ വോട്ട് BJP-ക്ക് കൂടുന്നു. അപ്പോൾ ആലപ്പുഴ മണ്ഡലം എന്താ CPM-നോട് പറയുന്നത്? ആലപ്പുഴ മണ്ഡലം CPM-നോട് പറയുന്നത് CPM-ൻ്റെ ഭൂരിപക്ഷ വോട്ടുകളിലേക്ക് BJP അതിശക്തമായി കടന്നു കയറിക്കൊണ്ടിരിക്കുന്നു. CPM ജീർണിക്കുന്ന സ്ഥലത്ത് BJP-യാണ് വളരുന്നത്, കോൺഗ്രസ് അല്ല. കോൺഗ്രസ്സാണ് ജയിച്ചതെന്നുള്ളത് ശരി തന്നെ. പക്ഷേ കോൺഗ്രസിനെ അപേക്ഷിച്ച് CPM തകരുന്ന സ്ഥലങ്ങളിലേക്ക് BJP വളർന്നു വരുന്നു, BJP കയറുന്നു എന്നുള്ളതിൻ്റെ സംശയലേശമന്യുള്ള വളരെ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത തെളിവുകളാണ് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ, പാർലമെൻറ്റ് നിയോജക മണ്ഡലത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ചിത്രം മറ്റൊന്നല്ല എന്ന് കാണാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.